സൗമ്യ വധക്കേസിൽ വഴിത്തിരിവ്. ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവ് എവിടെയെന്ന് സുപ്രീംകോടതി. ഗോവിന്ദചാമി സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് കോടതി. വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി നിർണായകമായി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സാർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് കേസിന് വഴിത്തിരിവായി നിലവിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിലെത്തിയപ്പോൾ ഈ സൈക്കോ ലീഗൽ അഡ്വൈസർ, ഫോറൻസിക് സർജൻ നൽകിയ പരിശോധനകൾ, തെളിവുകളൊന്നും കോടതി നിലവിൽ പരിശോധിച്ചിട്ടില്ലേ? അത് ശക്തമായി നിലനിൽക്കുന്ന തെളിവുകളാണല്ലോ. അരുൺ, കേരളത്തെ പിടിച്ചുകുലുക്കിയ സൗമ്യ വധക്കേസിലാണ് കൃത്യമായ തെളിവുകളുടെ അഭാവം ഇന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. കൊലപാതകത്തിന് മുമ്പ് സൗമ്യ ബലാത്സംഗത്തിന് ഇരയായി എന്ന് ശാസ്ത്രീയമായി അംഗീകരിച്ച സുപ്രീം കോടതി പക്ഷെ കൊലപാതക കുറ്റം പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഗോവിന്ദചാമി സൗമ്യയെ വധിച്ചതിന് കൂടുതൽ തെളിവുകൾ വേണം എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഉള്ളത് രണ്ട് തെളിവുകളാണ്. ഒന്ന്, സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു എന്ന കുറ്റപത്രത്തിൽ പറയുന്നതാണ്. പക്ഷെ സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കാരണം സൗമ്യ സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് സമീപമുള്ള ജനറൽ കമ്പാർട്ട്മെന്റിന്റെ വാതിലിൽ നിന്ന് ഒരാളുടെ സാക്ഷിമൊഴിയാണ് ഇതിനുള്ളത്. ഈ സാക്ഷിമൊഴിയാകട്ടെ സൗമ്യ ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ടു എന്നാണ്. ഇത് തള്ളിയിട്ടതാണോ അതോ സ്വയം ചാടിയതാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. രണ്ടാമത്തേത്, മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലക്കേറ്റ മുറിവാണ്. ഇത് വീഴ്ചയിലും സംഭവിക്കാം. ഗോവിന്ദചാമി കല്ലുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന് വ്യക്തമായ കൂടുതൽ തെളിവുകൾ വേണമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് കൊലപാതക കുറ്റം തെളിയിക്കാൻ ഉള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വേണം എന്നായിരുന്നു കോടതി അറിയിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ തോമസ് പി ജോസഫ് ഹാജരായി. ഗോവിന്ദചാമിയുടെ അഭിഭാഷകന്റെ വാദവും പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ കേസ് മാറ്റിയിട്ടുണ്ട്. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് ഈ ബലാത്സംഗത്തിന്റെ തെളിവുകളുണ്ട്, കൊലപാതകത്തിന് തെളിവുകളില്ല എന്ന നിരീക്ഷണമാണോ കോടതി നടത്തിയത്? അത് പ്രൂവ് ചെയ്യേണ്ടി വരുമോ ഇനി? അങ്ങനെയാണ് എങ്കിൽ തന്നെ ഈ വധശിക്ഷ അത് ഇളവ് ചെയ്തു കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? നിയമവൃത്തങ്ങൾ എന്താണ് നൽകുന്ന സൂചന? അരുൺ, ഇപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞ വിധിയുടെ പകർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വാദം കേട്ടത്. 2 ദിവസമായി വാദം നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ശാസ്ത്രീയ തെളിവുകളൊക്കെ അവലംബിച്ചുകൊണ്ടാണ് വിധി ഉണ്ടായത്. പക്ഷെ ആ വിധിയിൽ തന്നെയുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ് കോടതി ചോദിച്ചത്. ഇത് പൂർത്തീകരിക്കാൻ എന്തായാലും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ടത് ഈ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ പോലും പ്രതിയിലേക്ക് നയിക്കുന്ന, അതായത് ഗോവിന്ദചാമിയിലേക്ക് നയിക്കുന്ന തെളിവുകളുടെ കാര്യത്തിൽ കുറവുണ്ട്. അത് വ്യക്തമാക്കണം എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷെ ഇനി അതിനുള്ള ഒരു സമയവുമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസവും വാദം നടന്നു. പ്രോസിക്യൂഷനും ഗോവിന്ദചാമിയുടെ അഭിഭാഷകനും ഒക്കെ വാദിച്ചു. വാദമൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് സുപ്രീം കോടതി ഇത്തരം ചില പരാമർശങ്ങൾ നടത്തിയത്. ഇപ്പോൾ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ്. അരുൺ, സന്തോഷ്, ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.